ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ സ്കോഡ കൈലാക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരാരും നമ്മൾ ഓൺ റോഡ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അവരാരും പറഞ്ഞു കാണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റുള്ളവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ വേണമല്ലോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇതിന് ടോപ്പ് എൻഡാണ് ഈ കിടക്കുന്നത്. മറ്റുള്ള വേരിയൻസ് വന്നിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വേരിയൻസ് വരുന്നതിനനുസരിച്ച് മറ്റുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. ഉറപ്പായിട്ടും ബേസ് മോഡലായാലും സെക്കൻഡ് വേരിയൻ്റ് ആയാലും തേർഡ് വേരിയൻ്റ് ആയാലും ഒക്കെ നമുക്ക് ചെയ്തിടാം. ജസ്റ്റ് ഞാൻ ആദ്യം പറയാം, വേരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്ലാസിക് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത്. അതിനുശേഷം സിഗ്നേച്ചർ എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, സിഗ്നേച്ചർ പ്ലസ് എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, പ്രസ്റ്റീജ് എന്ന വേരിയൻറ്റ് വരുന്നത്. തുടങ്ങി 4 വേരിയൻസിലാണ് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ബേസ് മോഡൽ ക്ലാസിക്കിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 941 ഓൺ റോഡ് വരുന്നത്. സിഗ്നേച്ചറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 1141 ഓൺ റോഡ് വരുന്നുണ്ട്. സിഗ്നേച്ചർ പ്ലസ് ആണെങ്കിൽ 1388 ഓൺ റോഡ് വരുന്നുണ്ട്. പ്രസ്റ്റീജ് എന്ന ടോപ്പ് എൻഡ് മാനുവലിന് 1624 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചർ മുതൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൈസ് വരുന്നത് 1290 പ്രൈസ് നമുക്ക് വരുന്നത്. സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക്കിന് 15,50,000 ഓൺ റോഡ് വരുന്നുണ്ട്. പ്രസ്റ്റീജ് ആണെങ്കിൽ 1750 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അതായത് 940 മുതൽ തുടങ്ങി 1750 വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് വന്ന് നിൽക്കുന്നത്. ഓൺ റോഡ് പ്രൈസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എക്സ്ഷോറൂം പ്രൈസ് അല്ല ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പിന്നീട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ചിലപ്പോൾ ഈ ഒരു വീഡിയോ അടുത്ത 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആരെങ്കിലും കാണാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രൈസിനകത്ത് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഡേറ്റൂടെ നോക്കിയിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 15,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് നമുക്ക് വരുന്നത്. അതിൽ സ്കോഡ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഏകദേശം ഒരു 32-33 കസ്റ്റമേഴ്സിന് സർവീസ് പാക്കേജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊരു അനൗൺസ്മെൻറ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം 25,000 കൂടുതൽ ഏകദേശം ആയിട്ടുണ്ട്. അത് ഈ മാസം 26-ാം തീയതി വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2025 ജനുവരി 26-ാം തീയതി വരെ മാത്രം ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ആ ഒരു സർവീസ് പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് അതിനുശേഷം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ എമൗണ്ട് അടച്ച് നിങ്ങൾക്കത് ഡെലിവറി സമയത്ത് ഷോറൂമിൽ നിന്നാണ് നിങ്ങൾക്കത് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ നിൽക്കുന്നു, ഇതൊരു മനസ്സിലുണ്ട്, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 26-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വാഹനം ബുക്ക് ചെയ്തിടുക. കാര്യം വേറൊന്നുമില്ല, വെറുതെ സർവീസ് പാക്കേജിൻ്റെ ആ ഒരു എമൗണ്ട് വെറുതെ കളയേണ്ട, ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്കോഡ നൽകുന്നതല്ലേ. പിന്നെ പറയാനായിട്ടുള്ളത് സർവീസ് ഇൻ്റർവെൽ. നമുക്ക് 15,000 ഈ ഒരു വാഹനത്തിന് ഫസ്റ്റ് സർവീസ് വരുന്നത്, പിന്നെ 30, പിന്നെ 45 ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് നമുക്ക് പോകുന്നത്. ഫസ്റ്റ് സർവീസ് 1000 അല്ല, 15,000 കിലോമീറ്റർ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇതിനൊരു സർവീസ് കോസ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിലോമീറ്ററിന് അവർ പറയുന്നത് 0.24 പൈസയാണ് ഈ വാഹനത്തിൻ്റെ 1 കിലോമീറ്ററിന് സർവീസ് കോസ്റ്റായിട്ട് സ്കോഡ പറഞ്ഞേക്കുന്നത്. അത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനത്തിനും അവകാശപ്പെടാനില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഏറ്റവും സർവീസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഈ കിടക്കുന്ന സ്കോഡ കൈലാക്കായിട്ട് തന്നെ എടുത്ത് പറയാനായിട്ട് പറ്റും. ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞോ, 1 കിലോമീറ്ററിന് 0.24 പൈസയാണ് അവർ പറയുന്നത്. പിന്നെ വാറണ്ടിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 3 വർഷത്തേക്കുള്ള വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 വർഷത്തേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 18,000 രൂപ റേഞ്ചിലാണ് എക്സ്റ്റൻഡർ വാറണ്ടിക്ക് കോസ്റ്റ് വരുന്നത്. അത് 1 വർഷത്തേക്ക് വേണമെങ്കിലും എടുക്കാം, 2 വർഷത്തേക്ക് എടുക്കുന്നതാണ് നമുക്ക് നേട്ടം. അത് 18 രൂപ റേഞ്ചിലാണ് അതിന് കോസ്റ്റ് വരുന്നത്. 5 വർഷം വരെ ഈ ഒരു വാഹനത്തിന് വാറണ്ടി നിങ്ങൾക്ക് ഡെലിവറി സമയത്തിന് എടുക്കാൻ പറ്റും. 3 വർഷത്തേക്കാണ് കമ്പനി നൽകുന്നത്. 2 വർഷം കൂടി നിങ്ങൾക്ക് എക്സ്റ്റൻഡർ വാറണ്ടി നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് എനിക്ക് തോന്നുന്നു 8 ആഴ്ച മുതൽ ഏകദേശം ഒരു 14-15 ആഴ്ച ആ ഒരു റേഞ്ചിൽ ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. വേരിയൻസ് മാറുന്നതിനനുസരിച്ച് ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബേസ് മോഡലൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, ഉടനെ തന്നെ വാഹനങ്ങൾ നമുക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അതായത് സർവീസ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, വാറണ്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, വേരിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫെബ്രുവരി പകുതിയോട് കൂടി ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഷോറൂമിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനങ്ങളും ഒരുവിധം ഷോറൂമിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അടുത്ത മാസം തൊട്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് റോഡിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടു കാണും. എന്നിരുന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെയ്ത് നമുക്ക് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും ബേസ് മോഡൽ വാഹനം നമുക്ക് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് പ്രൈസ് പറഞ്ഞത്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഒരു സ്കോഡ വാഹനം ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ വാഹനം ഉറപ്പായിട്ട് പരിഗണിക്കാം.
സാധിക്കും. അതുമാത്രമല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ സെഗ്മെൻറ്റ് ഫസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സർവീസ് കോഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. നമ്മൾ ആ ഒരു ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് സ്കോഡയുടെ വാഹനം നമ്മൾ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സെയിം ഗ്രില്ല് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് പ്ലെയിനായിട്ടൊന്നുമുള്ള ഡിസൈൻ പാറ്റേൺ ഒന്നുമല്ല ഹുഡിൻ്റെ പോർഷൻ നൽകി നല്ലൊരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്കോഡയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം. അതിനുള്ളിലായിട്ട് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ്സ് നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ DRL കമ്പനി നൽകിയിട്ടുണ്ട്. LED ആണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. വൈപ്പേഴ്സിലൊക്കെ വരുന്ന സമയത്ത് റെയിൻ സെൻസിക്കാനുള്ള വൈപ്പേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. ഫോട്ടോ ഹെഡ്ലാമ്പുമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്ത് ആ ഒരു എയർ ഡാമിൻ്റെ ആ ഒരു യൂണിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു എയർ ഡാം യൂണിറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് ആ ഒരു ഗ്ലോസി എലമെൻസും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആ ഒരു സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് 2 ടയർ മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 4 ടയർ ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ അല്ല. 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അലോയുടെ ആ ഒരു ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ആ ഒരു അലോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല 17 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. 205/55 R17 ആണ് ഈ വാഹനത്തിന് ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയത്. തൊട്ട് താഴത്തെ വേരിയൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 16 ഇഞ്ചായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് ആയതുകൊണ്ടാണ് 17 ഇഞ്ച് ടയർ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. നല്ല ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്ത് മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസിലുള്ളത് കാണാം. കീലെസ് എൻട്രി ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പോർഷൻ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. പക്ഷേ ഡോർസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളോ നമുക്ക് ആ ഒരു ഡോറിലൊന്നും കമ്പനി നൽകിയിട്ടില്ല. ആ ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്ത് വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നെ സൺറൂഫ് ഈ ഒരു വേരിയൻ്റ് നമുക്ക് സൺറൂഫ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1783 mm വിക്ത് വരുന്നുണ്ട്. 1619 mm ഹൈറ്റും 2566 mm വീൽ ബേസ്. അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് വരുന്ന ഒരു വാഹനം ഈ കിടക്കുന്ന സ്കോഡ കൈലാക് ആണെന്ന് എടുത്ത് പറയാം. 189 mm ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വലുപ്പം വരെ ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു ഡോർ ഹാൻഡിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഫുള്ളി അങ്ങ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അത് കണ്ടിട്ടുള്ളത് തന്നെയാണ്. കീലെസ് എൻട്രി ഒക്കെ ഓൾറെഡി വരുന്നുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ഒന്നും നമുക്ക് സൈഡ് പോർഷനിലായിട്ടൊന്നും കമ്പനി നൽകിയിട്ടില്ല. റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്കോഡ എന്ന ഒരു ബ്രാൻഡിങ് ആ ഒരു പോർഷനിലായിട്ട് വരുന്നത് ഷാർപ്പിൻ ആൻറ്റിന, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോക്കൽ ലൈൻസ്, LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒരു ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണ്. റിവേഴ്സ് ക്യാമറ, സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൈലാക് എന്നൊരു ബ്രാൻഡിങ് കൂടി ലെറ്ററിങ് കൂടി ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. വേറെ വേരിയൻസ് തിരിക്കുന്ന രീതിയിലുള്ള ബ്രാൻഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ റിയർ പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നടിയൊരു പോർഷനായിട്ട് സെൻസർ നൽകിയിട്ടുണ്ട്. ബൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 446 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് തരുന്ന ഒരു വാഹനം ഇതായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയണം. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം കിയ സോണറ്റ് അല്ലെങ്കിൽ ഹ്യൂണ്ടായി വെന്യൂ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഹൈറ്റ് ഈ വാഹനത്തിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബൂട്ടിലേക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതും ഈ ഒരു സെഗ്മെൻറ്റിൽ എന്താ പറയുക മികച്ചൊരു ഇതായിട്ട് നമുക്ക് എടുത്ത് പറയാം. ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് പാർസൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു പോർഷനിലായിട്ട് ചെറിയ ലൈറ്റ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ നമുക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും ആ ഒരു കാര്യം. പിന്നെ ജസ്റ്റ് നമുക്ക് ആ ഒരു സ്പെയർ ടയർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ നൽകിയിട്ടുണ്ട്. സ്പെയർ ടയർ നമുക്ക് അലോയ കാര്യങ്ങളൊന്നുമല്ല സ്പെയർ ടയർ വരുന്നത്. അത് എടുത്ത് പറഞ്ഞേക്കാം. അത് നിങ്ങൾക്കറിയാം, അത് നോർമലി അങ്ങനെ വാഹനങ്ങൾ നൽകാറില്ല. സ്പെയർ ടയർ അങ്ങനെ അലോയ കാര്യങ്ങൾ അപൂർവമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊരു ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു ഡോർ നമ്മൾ തുറക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ക്ലാഡിങ് കണ്ടോ. ചില ഡോറുകളാണ് ഈ ഒരു പോർഷൻ വരെ മാത്രമേ തുറന്ന് വരാറുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി നമുക്ക് ആ ഒരു താഴ്ഭാഗം വരെ നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഇപ്പം നമുക്ക് വേറെ ചെളിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇരിക്കാറില്ല. കണ്ട ഈ ഒരു പോർഷൻ വരെ അത് ക്ലോസ് ആവുന്നുണ്ട്. താഴ്ഭാഗം വരെ അത് ക്ലോസ് ആയി നിൽക്കുന്ന ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മഴയത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചെളി അടിച്ച് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് കാലിൽ ചെളി പറ്റുക, അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അത് മാത്രമല്ല ഈ ഒരു കോ പാസഞ്ചർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി 6 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ ആ ഒരു പോർഷൻ കാണിച്ച സമയത്ത് അത് കാണിച്ചു എന്നേ ഉള്ളൂ. അകത്തേക്ക് കയറുന്ന ഒരു കീ കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ട സ്കോഡയുടെ ലോഗോ നൽകിയിട്ടുണ്ട്. ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുണ്ട്. പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ലോക്ക് അൺലോക്ക് പിന്നെ അവർ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ആ ഒരു കീയിലായിട്ട് അവർ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു കീയെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. കീലെസ് എൻട്രി ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ ഡിസൈൻ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരൊരു ആ ഒരു എന്താ പറയുക ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ലൈറ്റായിട്ടുള്ള കളർ തീം വരുന്നുണ്ട്. നമുക്ക് അവിടെ ചെറിയൊരു ക്രോം എലമെൻറ്റ് ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത് കാണാം. നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് നമുക്ക് ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യാം. ഓൾറെഡി ഞാൻ കാണിച്ചു കോ പാസഞ്ചർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പെഡൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ആ ഒരു പെഡൽസും കാര്യങ്ങളൊക്കെ വരുന്നത്.
ഡെഡ് പെഡൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഒരു ഡെഡ് പെഡലും കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ നോർമലി വരുന്നത് പോലെ തന്നെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ഒക്കെ ഈ ഒരു പോർഷനിൽ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ആ ഒരു സ്കോഡയുടെ വാഹനം നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഒരു സാമ്യം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു എ സിയുടെ കൺട്രോൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സാമ്യം നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അകത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി ഇരുന്നിട്ട് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നൽകിയത്. പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് ആണ് നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ലെതർ റാപ്പിഡാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ കമ്പനി നൽകിയിട്ടുള്ളത്. സ്കോഡയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്യണം. ജസ്റ്റ് ഞാൻ വണ്ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ട ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കമ്പനി നൽകിയിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. ആ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ലെതർ റാപ്പിഡാണെന്ന് ഓൾറെഡി പറഞ്ഞു. ആ ഒരു ഡാഷ്ബോർഡിൻ്റെ നമ്മൾ ആ ഒരു കളർ തീമിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് പ്രീമിയം ഫീൽ കുറച്ചുകൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ കൊണ്ടല്ല, അത് ഈ ഒരു പോർഷനിലേക്ക് ഇത് ലെതർ മെറ്റീരിയൽസ് ആണ് ഈ ഒരു പോർഷനിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടി. ടച്ച് ചെയ്യാൻ നല്ല രസമുണ്ട്. ഈ ഒരു ലൈനിങ് ഒക്കെ നല്ല രസമുണ്ട്. സ്കോഡ എന്നൊരു ബ്രാൻഡിങ് ആ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തു. 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. AC വെൻസിന് ചുറ്റും ചെറിയൊരു ക്രോം എലമെൻറ്റും അതേപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷും കമ്പനി നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലിപ്പത്തിലുമാണ് ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോർഷനിൽ പറയേണ്ടതില്ല. അവിടുത്തെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനായിട്ട് വെക്കാനായിട്ട് പറ്റും. കളർ തീമൊക്കെ നോക്കിയാൽ ഫുള്ളി ഒരു എന്താ പറയുക ഭയങ്കര ലൈറ്റായിട്ടുള്ള കളർ തീമല്ല, കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ തീമാണ് ഫുള്ളി കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. പെഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ഇവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു പോർഷനൊക്കെ നൽകിയിട്ടുള്ളത് കൊള്ളാം. ക്രോം എലമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ആ ഒരു ബട്ടൺസിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു ബട്ടൺസിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ തന്നെയാണ്. ഇവിടുത്തെ ആ ഒരു AC വെൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ കൺട്രോൾസ് കമ്പനി നൽകിയത്. അടിയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പും പിന്നെ ഹസാർഡിൻ്റെ കൺട്രോൾസും ഒക്കെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോളും വരുന്നത്. ഇൻബിൽഡായിട്ട് നമുക്ക് എയർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വയർലെസ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ 2 ചാർജിങ് സോക്കറ്റ് കൂടി C ടൈപ്പ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ തീമൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഗിയർ ലിവറും നല്ല രസമുണ്ട്. ക്രോം എലമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആണ്. ആംബ്രസ് നൽകിയിട്ടുണ്ട്. ആംബ്രസ് നമുക്ക് സ്ലൈഡിംഗ് ആണ് നൽകിയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ആംബ്രസ്റ്റ് വന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. വളരെ നീറ്റായിട്ട് തന്നെ കമ്പനി അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു. ജസ്റ്റ് കളർ തീം ഒന്ന് കാണിച്ചു തരാം. ഫുള്ളി ഡാർക്ക് ഫിനിഷ് തന്നെയാണ് ആ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത് ഈ ഒരു സംഭവമൊക്കെ കൊള്ളാം. നമുക്ക് അത് ഇളക്കി മാറ്റാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനുള്ളിലായിട്ട് ഇട്ട് വെച്ചേക്കാനായിട്ട് പറ്റും. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. അയ്യോ വീഴുന്നില്ലല്ലോ. ഓക്കെ വീണു. നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, ടോപ്പിലൊക്കെ വരുന്ന സമയത്ത് LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് ആണ് മിറേഴ്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. മിറർ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ മിറർ നമുക്ക് അവൈലബിൾ ആണ്. സൺറൂഫ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 1 ടച്ച് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാ വാഹനങ്ങളിലും 1 ടച്ച് ആയിട്ട് തന്നെ നമുക്ക് സൺറൂഫും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊന്നും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, അതേപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൂൾഡ് ഗ്ലോ ബോക്സ്, ആംബിയൻ ലൈറ്റിംഗ്, സൺറൂഫ്, LED ലൈറ്റ്സ്, ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സ്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നോക്കുന്ന സമയത്ത് നല്ല ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഈ ഒരു പോർഷനിലേക്കായിട്ട് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു ഡ്രൈവർ സീറ്റിനോട് ആ ഒരു സൈഡിൽ തന്നെയാണ് ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അകത്തേക്ക് വരാം. അതേ സമയത്ത് റിയർ സൈഡ് ഡോറിലേക്ക് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഫുള്ളി ഡാർക്ക് ഫിനിഷിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ എലമെൻറ്റ് അവിടെ നൽകിയിട്ടുള്ളത് കൊള്ളാം. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സീറ്റിൻ്റെ തൈ സപ്പോർട്ടാണ്. ആ ഒരു സീറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ലെങ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ലെങ്ത് വരുന്നുണ്ട് ആ ഒരു സീറ്റിന്. അതുകൊണ്ട് തന്നെ അത്രയും തൈ സപ്പോർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്, 2 ചാർജിങ് സോക്കറ്റ് കൂടി റിയർ പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. ആംബർസ്റ്റ് അവൈലബിൾ ആണ്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ടൊരു വാഹനം കൂടിയാണത്, അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻട്രൽ ടണൽ അങ്ങ് ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നടുക്കിരിക്കുന്നതൊക്കെ വളരെ കംഫർട്ടാണെന്ന് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതായി പോകും. ഒരുപാട് കംഫർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്കൂപ്പ് രീതിയിലുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ്, അതായത് നടുക്കിരിക്കുന്നതൊക്കെ അത്യാവശ്യം എന്താ പറയുക ഒതുങ്ങിയിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഈ 2 പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കും. പിന്നെ 5 പേരുണ്ടെന്നുണ്ടെങ്കിലും ബാക്കിൽ 3 പേരുമായിട്ട് വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. വേറെ ഇൻസുലേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. 1 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. 3 സിലിണ്ടർ, 115 PS, 178 Nm ടോർക്കുമാണ് നൽകിയിട്ടുള്ളത്. എനിക്കൊന്ന് ഏകദേശം ഒരു 20-21 റേഞ്ചിലൊക്കെ ആയിരിക്കും കമ്പനി പറയുന്ന മൈലേജ്. ഒഫീഷ്യലി അങ്ങനെ ബ്രോഷറിലോ കാര്യങ്ങളിലോ ഒന്നും മൈലേജ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു നോക്കുമ്പോൾ 20-21 റേഞ്ചിൽ മൈലേജ് പലരും പറയുന്നതായിട്ട് ഞാൻ കണ്ടു. LED ലൈറ്റ്സ് ഒക്കെ ആണെന്ന് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. DRLs ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്ററാണ് എഞ്ചിൻ വരുന്നതെന്നുള്ളതും പറഞ്ഞു. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു എഞ്ചിൻ റൂമിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൈസിനെ കുറിച്ചും സർവീസ് കോസ്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യോടെ തന്നെ താഴെ കാണിച്ചുള്ള നമ്പറിൽ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.